ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി 9 മണി വാർത്ത തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റി രാവിലെ യോഗം ചേർന്ന് എല്ലാ കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം ഉണ്ടാവുമ്പോൾ അത് കോർഡിനേറ്റർ നിങ്ങളോട് പറയും. എന്തായാലും EMSന് ശേഷം CPMന് കേരളത്തിൽ നിന്നൊരു ജനറൽ സെക്രട്ടറി. MA ബേബിയെ സെക്രട്ടറിയാക്കാൻ PBയിൽ ധാരണ. പ്രകാശ് ധാവളെയും ബംഗാൾ ഘടകവും എതിർത്തു. PK ശ്രീമതിക്കും താരിഗാമിക്കും പ്രായപരിധിയിൽ ഇളവ്. രാമേശ്വരത്തേക്ക് ഇനി ട്രെയിൻ യാത്ര പുതിയ പാമ്പൻ പാലത്തിലൂടെ. 2.2 കിലോമീറ്റർ ദൂരമുള്ള പാലം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. തുറന്നുകൊടുക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം. പൃഥ്വിരാജിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി നോട്ടീസ്. ലൂസിഫറിന്റെയും മരക്കാരുടെയും വിവരങ്ങൾ തേടി. ഗോകുലം ഗോപാലിന്റെ ഓഫീസുകളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ പരിശോധന തുടർന്ന് ED വീണ്ടും ചോദ്യം ചെയ്തേക്കും. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുകാന്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, പണം തട്ടൽ കുറ്റങ്ങൾ ചുമത്തി. സുകാന്ത് ഇപ്പോഴും ഒളിവിൽ തന്നെ. നിലവിലെ പെൺ സുഹൃത്തായ IB ഉദ്യോഗസ്ഥയെ ചോദ്യം ചെയ്തു. മലപ്പുറത്തെ പറഞ്ഞ വെള്ളാപ്പള്ളിക്കെതിരെ സമസ്തയുടെ മുഖപ്രസംഗം. വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനോട് മത്സരിക്കുന്നെന്ന് സുപ്രഭാതം. ശ്രീനാരായണീയരെ കാവ്യരാഷ്ട്രീയത്തിലേക്ക് ആട്ടിത്തെളിക്കുന്നെന്നും പത്രം. പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ പ്രതിഷേധമേറുന്നു. ഉദയംപേരൂർ പള്ളിയിൽ സംഘർഷം. ജനാഭിമുഖ കുർബാന അർപ്പിക്കാനെത്തിയ വികാരിയെ തടഞ്ഞു. ഏകീകൃത കുർബാന മതിയെന്ന് വിശ്വാസികൾ. ക്ഷേത്രോത്സവത്തിലെ ഗാനമേളയിൽ മാർക്കോസിന്റെ ക്രിസ്തീയ ഗാനാലാപനം വൈറൽ. പാട്ടുപാടിയത് കാണികളുടെ ആവശ്യപ്രകാരം. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വനം വകുപ്പിന്റെ നടപടി. ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി റദ്ദാക്കി. താൽക്കാലിക ചുമതല പഞ്ചായത്ത് സെക്രട്ടറിക്ക്. വനം വകുപ്പിന്റെ നടപടി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുമെന്ന് നിലപാടെടുത്തതിന്. പാർട്ടിയെ നയിക്കാൻ ബേബി സഖാവ്. MA ബേബി CPMന്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക്. ഇന്നലെ രാത്രി ചേർന്ന PB യോഗത്തിൽ MA ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കാൻ ധാരണയായി. അന്തിമ തീരുമാനം അല്പസമയത്തിനകം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടാകും. കേന്ദ്ര കമ്മിറ്റിയും PBയും തീരുമാനിക്കുമെന്നായിരുന്നു MA ബേബിയുടെ പ്രതികരണം. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റി രാവിലെ യോഗം ചേർന്ന് എല്ലാ കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം ഉണ്ടാവുമ്പോൾ അത് കോർഡിനേറ്റർ നിങ്ങളോട് പറയും. എന്തായാലും അതൊന്നും ഇപ്പൊ പ്രസക്തമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ കണ്ട. 24ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ സമാപനമാവുകയാണ്. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, പാർട്ടിയുടെ തലപ്പത്തേക്ക് CPMനെ നയിക്കാൻ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കേരളത്തിൽ നിന്ന് ഒരു മലയാളി എത്തുന്നു എന്ന പ്രത്യേകതയോടെയാണ് 24ാം പാർട്ടി കോൺഗ്രസിന് സമാപനമാവുന്നത്. അത് പാർട്ടിയുടെ ദാർശനിക മുഖം കൂടിയായ MA ബേബി ആണ് എന്നത് കൂടുതൽ മലയാളികൾക്ക് കൂടുതൽ സന്തോഷമേകുന്ന വാർത്തയാണ്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് എന്തൊക്കെ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്? 9:30 CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. ആ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാകും പുതിയ കേന്ദ്ര കമ്മിറ്റിക്കുള്ള പാനൽ തയ്യാറാക്കുക. ആ യോഗത്തിൽ തന്നെ ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി ആരെന്ന കാര്യത്തിൽ ഒരു ധാരണ നേതാക്കൾ നൽകും. ഇന്നലെ രാത്രി വൈകി ചേർന്ന പൊളിറ്റ് ബ്യൂറോ യോഗമാണ് MA ബേബിയെ CPMന്റെ
ജനറൽ സെക്രട്ടറി ആക്കാനുള്ള ധാരണയുണ്ടാക്കിയത്. അതിൽ ചില എതിർപ്പുകളൊക്കെ ബംഗാൾ ഘടകവും അശോക് ധാവളെ ഉൾപ്പെടെ നേതാക്കളും ഒക്കെ മറ്റു പേരുകൾ നിർദ്ദേശിച്ചെങ്കിലും MA ബേബി തന്നെ ജനറൽ സെക്രട്ടറി ആകണമെന്ന നിർദ്ദേശമാണ് പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മുന്നോട്ട് വച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ചർച്ചകളിലും ബേബി തന്നെ ജനറൽ സെക്രട്ടറി ആകട്ടെ എന്നൊരു പൊതുധാരണയിൽ എത്തുകയായിരുന്നു. അശോക് ധാവളെ പറഞ്ഞ പേര് മുഹമ്മദ് സലീമിന്റേതാണ്. അതുപോലെ തന്നെ മറ്റു ചില പേരുകൾ കൂടി രാഘവലിനെ പോലുള്ള ആളുകൾ മറ്റു ചില പേരുകൾ കൂടി പ്രകാശ് കാരാട്ട് തന്നെ തുടരട്ടെ എന്ന അഭിപ്രായവും മുന്നോട്ട് വച്ചു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് കേരള ഘടകത്തിന്റെ പൂർണ്ണ പിന്തുണ MA ബേബിക്ക് ലഭിച്ചതോടുകൂടിയാണ് ബേബി CPMന്റെ ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഉറപ്പായിരിക്കുന്നത്. രാവിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുമ്പോഴും അദ്ദേഹം അതിനെ തള്ളിപ്പറഞ്ഞു. നേരത്തെയൊക്കെ തന്റെ പേര് പ്രചരിപ്പിക്കുന്നത് തന്റെയും പാർട്ടിയുടെ ശത്രുക്കളാണ്, അത്തരമൊരു ആലോചന പോലും പാർട്ടി നടത്തില്ലെന്ന് പറഞ്ഞ ബേബി ഇന്ന് ആ നിലപാടിൽ നിന്നൊക്കെ മാറുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായും ഒരു ജനറൽ സെക്രട്ടറി ആകുമെന്ന സൂചനകൾ ബേബിയുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മുമ്പ് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയും PBയും CCയും തീരുമാനിക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ വാർത്തകളെ തള്ളിക്കളയാൻ ബേബി തയ്യാറാകുന്നില്ല. നമുക്ക് ഉറപ്പിക്കാം MA ബേബി, മരിയൻ അലക്സാണ്ടർ ബേബി എന്ന MA ബേബി CPMന്റെ ജനറൽ സെക്രട്ടറി ആകും, സീതാറാം യെച്ചൂരിയുടെ പകരക്കാരനാകും. കേരളത്തിൽ നിന്ന് EMSന് ശേഷം ഒരു പൂർണ്ണ സമയ മലയാളി അല്ലെങ്കിൽ പൂർണ്ണ മലയാളി എന്ന് നമുക്ക് പറയാവുന്ന ഒരാൾ CPMന്റെ തലപ്പത്തേക്ക് വരുന്നു. പ്രകാശ് കാരാട്ട് പാലക്കാട് സ്വദേശിയാണ്. മലയാളം അറിയാവുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം CPMന്റെ ഡൽഹി ഘടകത്തിന്റെ പ്രതിനിധിയായാണ് CCയിലെത്തുകയും അവിടെ നിന്ന് പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുകയും ചെയ്തത്. ഏതായാലും MA ബേബി ഏറെക്കുറെ ഉറപ്പിക്കുന്നു. കേരള ഘടകത്തിന് വലിയ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ അത്ര പരിചിതമില്ലാത്ത പേര് എന്നുള്ളതാണ് അദ്ദേഹത്തിന് എതിരായി ബംഗാൾ ഘടകം മറ്റും ഉയർത്തിക്കാട്ടിയത്. ഒരു നോൺ ഫേസ് വേണം CPM നയിക്കാനെന്ന അഭിപ്രായമാണ് പാർട്ടിയുടെ ബംഗാൾ ഘടകത്തിനുള്ളത്. പക്ഷേ MA ബേബി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് CPMന്റെ എക്കാലത്ത് തലപ്പൊക്കമുള്ള നേതാക്കളായ EMSനും ബസോപുന്നയ്ക്കും ഹർകിഷൻ സിംഗ് സുജിത്തിനും ഒക്കെ ഒപ്പം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച നേതാവാണ്. അവരുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന നേതാവാണ്. SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി. പിന്നീട് SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാകുന്നു, DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാകുന്നു. 32-ാം വയസ്സിൽ രാജ്യസഭയിലെത്തുന്നു. 2 ടേം രാജ്യസഭയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 98-ലാണ് ഇപ്പോൾ നേതാക്കൾ PBയിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്ന ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാമെന്ന് കരുതി ഇപ്പോൾ മുഹമ്മദ് സലീം അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് അവിടേക്ക് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിലേക്ക് പോവുകയാണ്. മുഹമ്മദ് സലീം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ട ഒരു പേരാണ്. പക്ഷേ അദ്ദേഹം ബംഗാൾ സംസ്ഥാന ഘടകത്തിന്റെ സെക്രട്ടറി കൂടിയാണ്. ബംഗാളിൽ CPM തിരിച്ചു വരവിന് കഠിന പ്രയത്നം നടത്തുന്ന അവസരമാണ്. അങ്ങനെ ആ അവസരത്തിൽ മുഹമ്മദ് സലീം ബംഗാളിൽ നിന്ന് മാറുന്നത് പാർട്ടി ഗുണം ചെയ്യില്ല എന്നാണ് ബംഗാൾ ഘടകത്തിന്റെ ഒരു വിലയിരുത്തൽ. അതോടുകൂടിയാണ് സലീമിന്റെ വഴി അടഞ്ഞത്. ബേബിയിലേക്ക് ഒരു സ്വാഭാവിക ചോയ്സായി ബേബി എത്തിച്ചേർന്ന് പറഞ്ഞു വന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് CPMന്റെ ഘടകങ്ങളിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടി കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം അംഗമായിരുന്നു. ആ രീതിയിലൊക്കെ പ്രവർത്തിച്ച് സാംസ്കാരിക രംഗത്ത് ഡൽഹിയിലെ സാംസ്കാരിക മേഖലയിലും ഒക്കെ വലിയ സ്വാധീനമുണ്ടാക്കിയ നേതാവാണ് ബേബി. ഒരു ഇടവേളയ്ക്ക് ശേഷം ബേബി 98-ലാണ് അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നത്. വീണ്ടും അദ്ദേഹം പ്രവർത്തന കേന്ദ്രം ഡൽഹിയായി മാറ്റേണ്ടി വരും. ഏതായാലും MA ബേബി ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഇനി PBയിൽ കേരളത്തിൽ നിന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അങ്ങനെ ഒരു PBയിൽ നിലവിൽ കേരളത്തിന് ഒഴിവില്ല. പക്ഷേ ഒരാളെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ EP ജയരാജനാണ് അതിന്റെ പ്രധാന പേരുകാരാണ് നമുക്ക് പറഞ്ഞു കേൾക്കുന്നത്. കേന്ദ്ര കമ്മിറ്റിയിലും മാറ്റങ്ങളുണ്ടാകും. PK ശ്രീമതിക്ക് 75 വയസ്സ് കഴിഞ്ഞുവെങ്കിലും അവർക്ക് ഒരു ഇളവ് നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അവർ CPMന്റെ വനിതാ സംഘടനയായ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷയാണ്. ആ പദവി നിൽക്കുന്ന ആളെ കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായം പാർട്ടിക്കുണ്ട്. അങ്ങനെയെങ്കിൽ PK ശ്രീമതിക്ക് ഇളവ് നൽകിയേക്കും. കശ്മീരിൽ നിന്നുള്ള CPMന്റെ പൊരുതുന്ന മുഖം, നിരവധി ഭീകരാക്രമണങ്ങളെ പോലും നേരിട്ട കശ്മീരിൽ നിന്നുള്ള നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി 78 വയസ്സാകുന്നു അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തെയും ഒരുപക്ഷെ ഇളവ് നൽകിയേക്കും. മറ്റാർക്കെങ്കിലും ഇളവ് നൽകുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒഴിവാകുന്ന 6 PB അംഗങ്ങളുണ്ട്. വൃന്ദ കാരാട്ടും, പ്രകാശ് കാരാട്ടും, സുഭാഷിണി അലിയും, മണിക് സർക്കാരും, സൂര്യകാന്ത് മിശ്രയും, രാമേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ. അവരെയൊക്കെ ഒരുപക്ഷെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി നേതാക്കളായി നിർത്തിയേക്കാം. മറ്റാർക്കും കാര്യമായ ഇളവില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു തവണ കൂടി ഇളവ് നൽകി PBയിൽ തുടരാൻ അനുമതി നൽകിയേക്കും. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് സംസ്ഥാനത്ത് ആരൊക്കെയെന്നാണ് ഏറ്റവും ആകാംക്ഷയുള്ളാക്കുന്ന കാര്യം. PK ശ്രീമതി നിലനിന്നാൽ 2 ഒഴിവുകൾ, അത് കോടിയേരി ബാലകൃഷ്ണന്റെയും AK ബാലന്റെയും ഒഴിവ്. നേരത്തെ തന്നെ കേരളത്തിൽ ഒരാൾ അധികമാണ് CCയിൽ എന്നൊരു അഭിപ്രായം പാർട്ടി ഘടകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ശ്രീമതി നിലനിന്നാൽ പിന്നീട് ഒരു ഒഴിവ് മാത്രമാകും കേരളത്തിലുള്ളത്. അങ്ങനെയെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസ് എത്തുമോ അല്ലെങ്കിൽ PK ബിജു എത്തുമോ എന്ന ചോദ്യമൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മറുപടിയാകും. 9:30 CPMന്റെ നിർണായകമായ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. അതിൽ പുതിയ പാർട്ടി കോൺഗ്രസ് വെക്കേണ്ട പാനൽ തയ്യാറാക്കും. അതിനുശേഷം സംഘടനാ ചർച്ചയ്ക്ക്
BV രാഘവലു മറുപടി നൽകും. അതിനുശേഷമാകും CPM തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക. പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ അവിടെ അവതരിപ്പിക്കും. കാര്യമായ തർക്കങ്ങൾക്കോ മത്സരത്തിനോ ഒന്നും സാധ്യതയില്ല എന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ആ പാനൽ അംഗീകരിക്കും. അതിനുശേഷം ആ കേന്ദ്ര കമ്മിറ്റി ചേർന്ന പുതിയ ജനറൽ സെക്രട്ടറി തീരുമാനിക്കും. MA ബേബി, മരിയൻ അലക്സാണ്ടർ ബേബി എന്ന MA ബേബി CPMന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി ഈ പാർട്ടി കോൺഗ്രസ് മധുര പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ തന്നെയാണ് എല്ലാ സാധ്യതയും. ശ്രീജ, DV അരുണാണ് വിവരങ്ങൾ നൽകിയത്. മധുരയിൽ നിന്ന് ഈ ഔദ്യോഗികമായ പ്രഖ്യാപനവും തീരുമാനവും ഒക്കെ വരാൻ ബാക്കിയുണ്ട്. അതിനു മുൻപ് ഇന്ന് രാവിലെ MA ബേബി സമ്മേളന വേദിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണം ഒരിക്കൽ കൂടി കാണാം. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റി രാവിലെ യോഗം ചേർന്ന് എല്ലാ കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം ഉണ്ടാവുമ്പോൾ അത് കോർഡിനേറ്റർ നിങ്ങളോട് പറയും. എന്തായാലും ഒന്നും ഇപ്പോൾ പ്രസക്തമല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ വേണ്ട. EMSന് ശേഷം കേരളത്തിൽ നിന്ന് പാർട്ടിയെ നയിക്കാൻ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാവുന്നതാണ് ഈ പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത. അത് കാത്തിരിക്കുകയാണ്, ആ പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കേരളം. മറ്റ് വാർത്തകളിലേക്ക് പോകാം. രാമേശ്വരം ദ്വീപിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാമ്പൻ പാലം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. 2.2 കിലോമീറ്റർ നീളമാണ് പാലത്തിനുള്ളത്. ന്യൂസ് 18 തമിഴ്നാട് പ്രതിനിധി സജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജയൻ, പാമ്പൻ പാലത്തിലൂടെയുള്ള യാത്രയാണ് ഇനി രാമേശ്വരത്തേക്ക് പോകുന്നവരെ കാത്തിരിക്കുന്നത്. അത് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ്. ആ പാലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എപ്പോഴായിരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ? രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മനോഹരമായ പാമ്പൻ പാലം, രാമേശ്വരം ദ്വീപിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ആ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം ഏതാനും മണിക്കൂറുകൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. രാജ്യത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ് ഈ പുതിയ പാമ്പൻ പാലം. ഇത് 535 കോടി ചെലവിൽ നിർമ്മിച്ച 2.2 കിലോമീറ്റർ ദൂരമുള്ള ഈ പാലം കുത്തനെ ഉയർത്താനും താഴ്ത്താനും ഇലക്ട്രോ മെക്കാനിക്കൽ ടിക്കറ്റ് ലിഫ്റ്റ് മൂലമാണ് ഉപയോഗിക്കുന്നത്. പാലം ഉയർത്താൻ വെറും 3 മിനിറ്റ് മാത്രം, അതേപോലെ പഴയതുപോലെ താഴ്ത്താൻ 2 മിനിറ്റ് സമയം മാത്രമാണ് വേണ്ടിവരിക. ശ്രീലങ്കയുടെ പര്യടനം കഴിഞ്ഞ പ്രധാനമന്ത്രി ശ്രീലങ്കയിലെ അനുരാധപുരത്തു നിന്നും ഇന്ത്യൻ സേനയുടെ ഹെലികോപ്റ്ററിൽ 10:40 ഇന്ത്യയിലേക്ക് രാമേശ്വരത്തേക്ക് പുറപ്പെടുന്നത്. 11:45 രാമേശ്വരം മണ്ഡപം ക്യാമ്പിൽ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരും. അവിടെ നിന്ന് റോഡ് മാർഗം രാമേശ്വരത്ത് വരുന്ന പ്രധാനമന്ത്രി 12:45 മണിക്ക് മനോഹരമായ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. തുടർന്ന് ഇന്ന് രാമനവമി പ്രമാണിച്ച് രാമേശ്വരം രാമനാഥ ക്ഷേത്രത്തിൽ 1:15 വരെ അദ്ദേഹം ദർശനം നടത്തുന്നുണ്ട്. ഈ പ്രധാനമന്ത്രിയുടെ ദർശനം കാരണം അവിടെ ഭക്തജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഇന്ന് ദർശനം നിരോധിച്ചിട്ടുണ്ട്. ദർശനത്തിന് ശേഷം 1:20 രാമേശ്വരത്തെ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മൈതാനത്തിലെ വേദിയിൽ പുതിയ പല പദ്ധതികൾക്കും തുടക്കം കുറിച്ചുകൊണ്ട് പൊതുജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും അഭിസംബോധന ചെയ്തതിനു ശേഷം അദ്ദേഹം 2:35 അവിടെ നിന്ന് പുറപ്പെട്ട് മണ്ഡപം ക്യാമ്പിലെ ഹെലിപ്പാഡിൽ മധുരയിലേക്ക് പുറപ്പെടും. ശരി, സജയനാണ് വിവരങ്ങൾ നൽകിയത്. രാമേശ്വരത്തേക്ക് കണക്ട് ചെയ്യുന്ന പാമ്പൻ പാലത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ന് പ്രധാനമന്ത്രിയാണ് പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്യുക. മറ്റു വാർത്തകൾ നോക്കാം. ജാംനഗറിൽ നിന്ന് ദ്വാരകയിലേക്കുള്ള ആത്മീയ പദയാത്ര പൂർത്തിയാക്കി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഡയറക്ടർ അനന്ത് അംബാനി. മാർച്ച് 29 തുടങ്ങിയ 140 കിലോമീറ്റർ യാത്രയാണ് ഇന്ന് പുലർച്ചെ ശ്രീ ദ്വാരകാധീശ് ക്ഷേത്രത്തിലെത്തിയത്. ആത്മീയതയിലേക്കുള്ളത് തന്റെ യാത്രയാണെന്നും ഭഗവാനും യാത്രയിൽ ഒപ്പം ചേർന്നവർക്കും നന്ദി പറയുന്നുവെന്നും അനന്ത് അംബാനി പറഞ്ഞു. അമ്മ നിത അംബാനി, ഭാര്യ രാധിക മർച്ചന്റ് എന്നിവരും ഇന്ന് ദ്വാരകയിലെത്തി. भगवान के दया से 10 दिन की यात्री का आज भगवान के दया से समर्पण होगा. रामनवमी के दिन पर हम माथा टेकेंगे, भगवान से प्रार्थना करेंगे और बस भगवान से, जैसे आपको पहले भी कहा, भगवान से यही चाहेंगे कि भगवान हर एक को खुश रखे और भगवान हर एक को संतुष्ट रखे और भगवान हर एक को मंगल और स्वास्थ्य रखे. अनंत भाई, आज ही क्यों चुना, आज का दिन ही आपने क्यों चुना कि आज रामनवमी भी है, तो आज आप सुन भी रहे हैं हनुमान चालीसा की यात्रा?
हमने सोचा कि राम ऐसे तो हम कल परसों ख़त्म करने वाले थे, मगर पिछले 3 दिन में हमने जितना हो सके उतना हम और चले और रामनवमी के पावन अवसर पर हम श्री द्वारकाधीश के दर्शन करेंगे और रामनवमी के पावन दिवस पर हम श्री राम चरित्रमानस का भी पाठ वहाँ करेंगे। आज आखिरी दिन है, आज आखिरी दिन पे क्या मनोकामना लेकर चल रहे हैं आप? बस भगवान के चरणों में माथा टेकना है और उनसे प्रेरणा लेना है और आगे बढ़ना है। और भगवान, जैसे मैंने कहा कि मैं बस भगवान का सेवक हूँ और उनका आदेश जैसे मुझे आएगा, वो भगवान अलग अलग रूप में हर एक को एक आदेश भिजवाते, तो ये तो हमेशा मैं उन पर ही छोड़ देता हूँ, मैं खुद नहीं कुछ तय करता हूँ। जैसे कि हमने देखा है प्रयागराज में आप आस्था की डुबकी भी लगा रहे थे, तो अनंत भाई ये जो अध्यात्म की ओर आप चल पड़े हैं, हिंदू धर्म के बारे में आप क्या सोचते हैं? हम सब सनातनी, हिंदू धर्म एक जीवन का तरीका है, हमारे धर्म में कोई सही कोई गलत नहीं है और हम सब, मैं तो खुशी खुशी भगवान से प्रेम करता हूँ और हिंदू धर्म मेरे लिए हमारा सब कुछ है और हिंदू धर्म एक प्यार भरा सा धर्म है और हिंदू धर्म सबका धर्म है। थैंक यू सो मच नेटवर्क के टीवी के साथ जुड़ने। थैंक यू। ഇടവേള. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. ആര്യങ്കാവ് സ്വദേശി വത്സലയും ബന്ധുക്കളുമാണ് താലൂക്ക് ആശുപത്രിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ ഇവർ പരാതിയും നൽകിയിട്ടുണ്ട്. ആര്യങ്കാവ് ചെമ്പോട പുത്തൻവീട്ടിൽ വത്സല എന്ന 59-കാരിയാണ് ചികിത്സാ പിഴവെന്ന ആരോപണം ഉന്നയിക്കുന്നത്. കാലിൽ ചെറിയ മുറിവുമായി ചികിത്സയ്ക്കെത്തിയ വത്സലയ്ക്ക് സ്ട്രെക്ചറിൽ മറ്റാശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതി വന്നെന്നാണ് പരാതി. മാർച്ച് 5-നാണ് വത്സല പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. സർജനെ കാണുകയും സർജന്റെ നിർദ്ദേശാനുസരണം കാലിലെ നീര് കുറയാൻ മരുന്ന് വെക്കുകയും എന്നാൽ വൈകിട്ടായതോടെ കടുത്ത വേദന അനുഭവപ്പെടുകയും ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് കാലിലെ കെട്ടഴിച്ച് പരിശോധിച്ചപ്പോൾ വലിയ വ്രണങ്ങളായെന്നും താലൂക്ക് ആശുപത്രിയിൽ നിന്നും കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായതോടെയാണ് ഡിസ്ചാർജ് വാങ്ങി തൃശൂർ ആശുപത്രിയിലേക്ക് പോയതെന്നും ഇവർ പറയുന്നു. പൊതിഞ്ഞു കെട്ടിയപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നും പോയി 2 ദിവസം വരെ, ആ 2-3 ദിവസം വരെ ഡോക്ടർ വന്നിട്ടില്ല, 3-4 ദിവസം വരെ. എന്നിട്ട് പിന്നെ ഇവർ പൊതിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ബാത്റൂമിൽ പോയി അഴിച്ച് നല്ല ക്ലീൻ ചെയ്തുകൊണ്ട് വന്ന് പറഞ്ഞു. അതുകൊണ്ട് സിസ്റ്ററെ എനിക്ക് പറ്റത്തില്ല ക്ലീൻ ചെയ്യാൻ, എനിക്ക് വേദന താങ്ങാൻ വയ്യ, മുട്ടിൻ്റെ ഇടം വരെ ദ്രവിച്ചിരിക്കുന്ന പോലെ എനിക്ക് വേദന താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വലിച്ചങ്ങോട്ട് കയറ്റിയിട്ട് ഒരു തുണി വെച്ച് ചുറ്റി 3 ചുറ്റി ഇങ്ങനെ വെച്ചിട്ട് പിറ്റേന്ന് എടുത്തപ്പോൾ ആ തുണിയിലിരുന്ന് കാലിന്റെ തൊലി 3/4 ഭാഗവും. അന്നും ഡോക്ടർ വന്നിട്ടില്ല. തൃശൂർ ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തിയാണ് താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധവുമായി കുത്തിയിരുന്നത്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും കൃത്യവിലോപം നടന്നിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. പ്രഥമ ദൃഷ്ടിയാ നോക്കിയതിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഡയബറ്റീസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. ഡയബറ്റീസ് സെല്ലൈറ്റിസ് പറഞ്ഞാൽ ഇത്രമാത്രം കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്, സ്വാഭാവികമായിട്ട് കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള ഒത്തിരി കോംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും നെഗ്ലിജൻസോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് വളരെ വിശദമായി നോക്കാം, നോക്കിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാം. ന്യൂസ് 18 പുനലൂർ. പൃഥ്വിരാജിന് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. 2 സിനിമകളിലെ ഇടപാടുകളുടെ വിശദാംശങ്ങളാണ് തേടിയിട്ടുള്ളത്. വിവരങ്ങളുമായി ഡാനി പോൾ. ഡാനി, പൃഥ്വിരാജിന് പിന്നാലെ ആദായ നികുതി വകുപ്പിന്റെ ലിസ്റ്റിലെ അടുത്ത പേരായി ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരും വന്നിരിക്കുകയാണ്. ആന്റണി പെരുമ്പാവൂരിനെ എന്ത് വിഷയത്തിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്?
ശ്രീജ, ആന്റണി പെരുമ്പാവൂരിന് നൽകിയ നോട്ടീസിന്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് 2 ചിത്രങ്ങളുടെ നിർമ്മാണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രം നേരത്തെ വന്നു പോയത്, അതോടൊപ്പം തന്നെ ലൂസിഫർ, എമ്പുരാന് മുൻപുണ്ടായിരുന്ന ലൂസിഫർ എമ്പുരാൻ്റെ 1ാം ഭാഗമായ ലൂസിഫറിൻ്റെ വിശദാംശങ്ങൾ, ഇത് രണ്ടും ആയി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് 2 വർഷം മുൻപ് ഈ 2022 ആദായ നികുതി വകുപ്പ് ഈ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരിശോധനകൾ നടത്തിയിരുന്നു. അതിൽ ഈ ആശീർവാദ് ഫിലിംസ് ഉണ്ട്, അതോടൊപ്പം വേഫർ ഫിലിംസ് ഉണ്ട്, പൃഥ്വിരാജിൻ്റെ നിർമ്മാണ കമ്പനിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു കൂടുതൽ അന്വേഷണങ്ങൾ നടന്നിരുന്നത്. അത് ഈ സിനിമാ മേഖലയിൽ വ്യാപകമായ രീതിയിൽ കള്ളപ്പണം ഇടപാട് നടക്കുന്നു എന്നുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലുമായിരുന്നു ഈ രീതിയിലുള്ളൊരു പരിശോധനകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഒരു തുടർ നടപടി എന്ന രീതിയിലാണ് സാങ്കേതികമായി ഇത് സംബന്ധിച്ചുകൊണ്ട് ആദായ നികുതി വകുപ്പ് അടക്കമുള്ളവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ എമ്പുരാൻ എഫക്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് പൊതുവെ തന്നെ ഇതിനെ കാണുകയും ചെയ്യുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ റെയ്ഡ് നിർമ്മാതാവിൻ്റെ വീട്ടിൽ, ഗോകുലം ഗോപാലിൻ്റെ വീട്ടിൽ നടക്കുന്നു. അതിനുശേഷം പൃഥ്വിരാജിന് നോട്ടീസ് നൽകുന്നു. അതും നേരത്തെയുള്ള സിനിമകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുമാണ്. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിനും ഇത് സംബന്ധിയായ നോട്ടീസ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ പ്രധാനമായും ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന നോട്ടീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ സിനിമയുടെ വിതരണാവകാശം വിദേശ രാജ്യങ്ങളിൽ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളാണ് ഇതിലേക്ക് വരുന്നത് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വിദേശത്ത് ഇതിൻ്റെ ഒരു പ്രദർശന അനുമതി നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെ ഉള്ളറകളാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദീകരണം നൽകുക, ആർക്ക് എങ്ങനെയാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എന്നതാണ് ഇതിൽ കൂടുതലായിട്ടും തന്നെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. പൃഥ്വിരാജിന് നൽകിയ നോട്ടീസിൽ അദ്ദേഹം ഈ നിർമ്മാണങ്ങളുടെ സഹനിർമ്മാതാവ് എന്ന രീതിയിലാണ് ഇതിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയത്. അതിൽ എങ്ങനെയാണ് ഇടപാടുകൾ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിനും സമാനമായ രീതിയിൽ തന്നെയാണ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് പറയുന്നത് ഇത് ഒരു സ്വാഭാവിക നടപടിയാണ്. 2022 പല രീതിയിലുള്ള അന്വേഷണങ്ങൾ അത്തരം കാര്യങ്ങളിലുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അതിൻ്റെ അസസ്മെൻ്റ് അടക്കം പൂർത്തിയാക്കിയതിന് ശേഷമാണ് വീണ്ടും ഈ രീതിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് സാങ്കേതികമായുള്ളൊരു വിശദീകരണം. പക്ഷേ പൊതുവിലും ഇതിനെതിരെ ഉയരുന്ന ഒരു കാരണം എമ്പുരാൻ ഇഫക്റ്റ് എന്ന രീതിയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുറുകുന്നു എന്ന രീതിയിലാണ് പൊതുവിൽ ഇതിനെ നോക്കിക്കാണുന്നത്. ശ്രീജ, ഡാനി, മറ്റൊരു കാര്യം, ഈ ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. ED ഇന്നലെ ഫെമ നിയമലംഘനവും RBI ചട്ടലംഘനവും ഒക്കെയാണ് കാണിച്ചത്. ഇനിയിപ്പോൾ ഈ അന്വേഷണം എങ്ങനെയാണ് തുടരുക? ഈ മൊഴി വിശദമായി പരിശോധിക്കുമോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ EDയുടെ മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശോധനകൾ ഗോകുലം ഗോപാലിൻ്റെ കമ്പനിയിലടക്കം നടക്കുകയും ചെയ്യുന്നു. ഇതിൽ പ്രധാനമായും കണ്ടെത്തിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 1 കോടിയിലധികം രൂപ, 1.5 കോടിയോളം രൂപ കണക്കിൽപ്പെടാത്തതായി കണ്ടെത്തിയെന്ന് ED പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ച ഇത് ഗോകുലം ഗ്രൂപ്പ് പണം സ്വീകരിച്ചു എന്നതാണ്. ഫെമയുടെ വയലേഷൻ, ഫെമയുടെ ലംഘനം ഇതിൽ കണ്ടെത്തിയെന്നതാണ്. അതിൽ കോടിക്കണക്കിനായ രൂപ ഈ രീതിയിൽ കൈമാറ്റം ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൻ്റെ ഒരു കണക്കെടുപ്പ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഈ കാര്യത്തിൽ എന്ത് വിശദീകരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തെങ്കിലും ഈ കാര്യങ്ങൾ കൂടി വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് വീണ്ടും ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിൽ കമ്പനിക്ക് ഇക്കാര്യങ്ങളിൽ എന്ത് വിശദീകരണമാണ് നൽകുന്നത് എന്നതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുക. ED പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ രീതിയിൽപ്പെട്ട പണം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ നിക്ഷേപമായി സ്വീകരിക്കപ്പെട്ട പണം ഏതെങ്കിലും രീതിയിലേക്ക് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗോകുലം ഗ്രൂപ്പ് ഈ രീതിയിൽ സിനിമാ നിർമ്മാണ മേഖലയിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ്. നമുക്കറിയാം, എമ്പുരാൻ സിനിമ അത് പ്രദർശനത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായിരുന്നു. അതിൻ്റെ നിർമ്മാതാവ് തന്നെ അതിൽ നിന്ന് മറ്റൊരു കമ്പനി പിന്മാറുന്ന ഘട്ടമുണ്ടായിരുന്നു. അപ്പോഴാണ് ഗോകുലം ഗ്രൂപ്പ് ഇതിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. അപ്പോൾ
ഇതിൽ പൊതുവിൽ ആരോപിക്കപ്പെടുന്നത് അതുകൊണ്ടുള്ള ഈ കേന്ദ്ര ഏജൻസികളുടെ ഒരു നടപടി എന്ന രീതിയിലെല്ലാം തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് EDയുടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. ഈ വലിയ രീതിയിലുള്ള കണ്ടെത്തലുകൾ അവിടെ നടന്നിരുന്നു എന്നത്. അപ്പോൾ അവർ അന്വേഷിക്കുന്നത് ഈ രീതിയിലേക്ക് ഈ വിനിമയ ചട്ടപ്രകാരം അതിൻ്റെ ഒരു ലംഘന പ്രകാരം സ്വീകരിച്ച പണങ്ങളിൽ നിക്ഷേപമായി സ്വീകരിച്ച പണം ഏതെങ്കിലും രീതിയിലേക്ക് ഈ സിനിമാ നിർമ്മാണ മേഖലയിലടക്കം ഉപയോഗിച്ചോ എന്നതാണ്. അത് എമ്പുരാനിലും അടക്കം അത്തരം സാധ്യതകൾ ED പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണ മേഖലയിലടക്കം കടന്നു വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വസ്തുതകൾ പരിശോധിച്ച് അതിലേതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് ED കടക്കും. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയ പരീക്ഷണം ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായേക്കും. സ്വാധീന മേഖലയിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ആലോചന. കോഴിക്കോട്ടെ പ്രഖ്യാപനത്തിന് പിന്നാലെ തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ വേഗത്തിലാക്കാനാണ് സഭാ നേതൃത്വത്തിന്റെ നീക്കം. അതേസമയം സഭയുടെ രാഷ്ട്രീയ മോഹം ന്യൂസ് 18ലൂടെ പങ്കുവച്ച താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിനെതിരെ വനമന്ത്രി AK ശശീന്ദ്രൻ രംഗത്തെത്തി. അവരുടേതായ അവകാശ പ്രഖ്യാപനം നടത്താനും വിമർശനാത്മകമായി ഗവൺമെന്റിനെ കാണാനുള്ള അവകാശമുണ്ട്. ആ അവകാശം അവർ പ്രയോഗിച്ചതിൽ ഒരു അസഹിഷ്ണുതയും ഒരു അസ്വാഭാവികതയും ഞാൻ കാണുന്നില്ല. കാരണം അവർ, ഞാൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ, സംഘർഷ മേഖലകളിൽ സമാധാനത്തിൻ്റെ ദൂതന്മാരായി എത്തപ്പെടേണ്ടവരാണ്. അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ആ പ്രതീക്ഷയോട് ചേർന്ന് പോകുന്നുണ്ടോ എന്നാണ് അവർ പരിശോധിക്കേണ്ടത്. ഓരോരുത്തരും അവനവൻ വഹിക്കുന്ന പദവികളോട് നീതി പുലർത്തുമ്പോഴാണ് അത് ജനങ്ങളിൽ വിശ്വാസവും അഭിമാനവും ഉണ്ടാക്കുക. ഫിക്സ്ഡ് വോട്ട് ബാങ്കായി ഒരു മതത്തെയോ സമുദായത്തെയോ കാണുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. പുതിയ രാഷ്ട്രീയ പാർട്ടി ആലോചനയിലുണ്ടെന്ന ബിഷപ്പിന്റെ പ്രസ്താവനയോട് മന്ത്രി പ്രതികരിക്കുകയായിരുന്നു. കേന്ദ്രത്തിനെതിരെ ഒന്നും പറയാത്ത സഭാ നേതാക്കൾ എപ്പോഴും സംസ്ഥാനത്തെ മാത്രം വിമർശിക്കുന്ന നിലപാട് ദുരൂഹമാണെന്നും AK ശശീന്ദ്രൻ വിമർശിച്ചു. ഞാൻ ഈ സഭയെ, സമൂഹത്തെ, ഒരു മതത്തെയോ കാണുന്നില്ല. അങ്ങനെ കാണുന്നവരുണ്ട്. AK ശശീന്ദ്രൻ ഒരു മതത്തെയും ഒരു സമുദായത്തെയും ഒരു ജാതിയെയും വോട്ട് ബാങ്കായി കാണുന്നില്ല. അതെന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ട്. അല്ല, അദ്ദേഹം, ഞാനും അതിനെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നത് ദുരൂഹമാണ്. എൻ്റെ സംശയം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്ഭുതകരമാണത്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു കർഷക സംഘടനയോ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിന് മുമ്പാകെ അവതരിപ്പിച്ച നിയമഭേദഗതിക്കായുള്ള ആവശ്യത്തോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഒരു പന്തംകൊളുത്തി പ്രകടനങ്ങൾ നടത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ വസ്തുതകളായി കാണുക. അതിൻ്റെ അകത്ത് കുറ്റപ്പെടുത്തലിൻ്റെയും സ്നേഹത്തിൻ്റെയും തലോടലിൻ്റെയും പ്രശ്നമുണ്ട്. ഓരോ പൗരനും അവനവൻ വഹിക്കുന്ന പദവിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത തെളിയിക്കത്തക്ക വിധത്തിലായിരിക്കണം. ആ തരത്തിലുള്ള പ്രതികരണമാണോ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞത്. അവരാലോചിക്കുന്നത് സമൂഹത്തിന് നല്ലതാണ്. അതൊക്കെ അവരുടെ ഇഷ്ടമല്ല. അത് അവർക്കായിരിക്കും. അതുകൊണ്ടല്ലേ അവരുണ്ടാക്കാൻ പോകുന്നത്.
അനീഷ് കുമാർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഈ വിഷയത്തിൽ ഇന്നലെ താമരശ്ശേരി ബിഷപ്പ് ആദ്യമായി നമ്മളോട് സംസാരിച്ചതിന് പിന്നാലെ പല പ്രതികരണങ്ങളും വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ്റെതാണ് ഏറ്റവും ഷാർപ്പായ വാക്കുകൾ. അത് പരാതിയും പരിഭവവും ഒന്നും ഇല്ലെന്ന് പറയുമ്പോഴും അതിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പരാതിയും പരിഭവവും ഒക്കെയാണ്. എന്താണ് മന്ത്രി പറയുന്നത്? അതിനൊപ്പം നമുക്ക് അറിയേണ്ടത് ഈ ഇന്നലെ ഒരു വികാരപരമായ ഒരു പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനം എന്നതിനപ്പുറത്തേക്ക് എത്രത്തോളം സീരിയസ് ആണ് സഭ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ കാര്യത്തിൽ? ശ്രീജ, സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് മലയോര മേഖലകളിൽ, പ്രത്യേകിച്ചും ക്രൈസ്തവ സ്വാധീന മേഖലകളിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. ഇന്നലെ കേവലം ഒരു വികാര പ്രകടനം എന്ന രീതിയിൽ മാത്രമല്ല താമരശ്ശേരി ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പരാമർശം ഉണ്ടായത് എന്ന് ഉറപ്പാണ്. ആദ്യം നമ്മളോട് ഇക്കാര്യത്തെക്കുറിച്ചുള്ള ആദ്യ പ്രതികരണം നടത്തിയ ശേഷം പിന്നീട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു. ആ യോഗത്തിലും ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനടക്കം പ്രവർത്തകർ തയ്യാറാകണമെന്ന നിർദ്ദേശവും നൽകി. പിന്നീട് വൈകിട്ട് അവകാശ പ്രഖ്യാപന റാലിയുമായി ബന്ധപ്പെട്ട് തലശ്ശേരി ആർച്ച് ബിഷപ്പും ഇതേ വാക്യങ്ങൾ ആവർത്തിച്ചു. ഇത്തരമൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് അസാധ്യമല്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എല്ലാ കാലത്തും ആരുടെയെങ്കിലും വോട്ട് ബാങ്കുകളായി സഭാ മക്കൾ, വിശ്വാസികൾ നിലനിൽക്കുമെന്ന ഒരു പ്രതീക്ഷ ആർക്കും വേണ്ട. അത് തകർക്കാനുള്ള നീക്കങ്ങളുമായി തങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇതിന് പിന്നാലെ ചില നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളാണ്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ സഭാ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിൽ പോലും പല ഇടങ്ങളിലും ഈ സഭയ്ക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പല പഞ്ചായത്തുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന പേരിൽ സ്ഥാനാർത്ഥികൾ ഇറങ്ങുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ തെളിയുന്നത്. UDFനും LDFനുമാണ് പലയിടങ്ങളിലും നിലവിൽ സഭയുടെ വോട്ടുകൾ കിട്ടുന്നത്. പക്ഷേ ആ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുക എന്ന ഒറ്റ ലക്ഷ്യമാണ് പുതിയ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം UDFൻ്റെ വോട്ട് ബാങ്കിലും LDFൻ്റെ വോട്ട് ബാങ്കിലും ചോർച്ച വരുമ്പോൾ ഈ പൂഞ്ഞാർ പോലെ, കാഞ്ഞിരപ്പള്ളി പോലെ, ഈ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലെ ചിലയിടങ്ങൾ പോലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ BJPക്കും കാര്യമായ സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ മൂന്നായി BJP, LDF, UDF, കത്തോലിക്ക കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നിങ്ങനെ മൂന്നായി വോട്ട് വിഭജിക്കപ്പെടുമ്പോൾ അത് പരോക്ഷമായെങ്കിലും BJPയെ സഹായിക്കുന്ന ഒരു നിലപാടായി മാറുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും അതിനോട് ചേർത്ത് തന്നെയാണ് ഈ വനമന്ത്രിയുടെ പ്രസ്താവന വായിക്കേണ്ടത്. കേന്ദ്രത്തിൻ്റെ പക്കലാണ് വനനിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളേറെയും ഉള്ളത്. പക്ഷേ കേന്ദ്രത്തിൻ്റെ വനനിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ കത്തിന്മേൽ ഒരക്ഷരമിണ്ടാത്ത, ഒരു പന്തംകൊളുത്തി പ്രകടനം പോലും നടത്താത്തവർ സംസ്ഥാനത്തിനെതിരെ മാത്രം നിരന്തരം തിരിയുന്നത് ദുരൂഹമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം താനൊരു ഫിക്സഡ് ബാങ്കിലും അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റാണ് വോട്ടുകൾ എന്ന് താൻ വിശ്വസിക്കുന്നില്ല. താൻ ഒരു മതത്തിനെയും അങ്ങനെ കരുതുന്നുമില്ല. അഭിവന്ദ്യരായി കരുതുന്ന ആളുകൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന ആളുകൾ തന്നെ ഇത്തരം സംഘർഷത്തിൻ്റെ പാതയിലേക്ക് തിരിയുന്നത് ശരിയായ രീതിയാണോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും കേന്ദ്രത്തിന് സഭയുടെ പക്കൽ നിന്നും തലോടലാണ്, സംസ്ഥാനത്തിന് തല്ലും ലഭിക്കുന്നുവെന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. സഭയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൽ ഇനി എന്തൊക്കെ പ്രതികരണങ്ങൾ വരും നമുക്ക് കാത്തിരിക്കാം. മറ്റു വാർത്തകളിലേക്ക് പോകാം. മലപ്പുറം ജില്ലയ്ക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്തെത്തിയിരിക്കുന്നു. വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനോട് മത്സരിക്കുന്ന വെള്ളാപ്പള്ളി ശ്രീനാരായണീയരെ നാഗ്പൂരിലെ കാവി രാഷ്ട്രീയത്തിന്റെ ഗുഹാമുഖത്തേക്ക് ആട്ടിത്തെളിക്കുകയാണ്. നാഗ്പൂരിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ വെള്ളാപ്പള്ളി നടത്തുന്ന ശ്രമങ്ങൾ കേരളത്തിലെ ജാതിമത സൗഹാർദ്ദങ്ങൾ എവിടെ എത്തിക്കുമെന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു. അതിനിടെ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. CV അനുമോദ വിവരങ്ങളുമായി. അനുമോദ്, ഇന്നലെ തൊട്ട് തന്നെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തോട് വരുന്നുണ്ട്. ഇതിപ്പോൾ വളരെ പ്രത്യക്ഷത്തിൽ ഒരു നിലപാടുമായി സമസ്ത മുഖപത്രം എഴുതിയിരിക്കുന്നു. അത് RSSലേക്ക് കൊണ്ടുകെട്ടാനാണ് ശ്രമിക്കുന്നതെന്നാണ്. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, സമസ്തയുടെ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് തന്നെ ഫ്രം കണിച്ചുകുളങ്ങര ടു നാഗ്പൂർ എന്നാണ്. ഏത് തരത്തിലേക്കാണ് വെള്ളാപ്പള്ളി SNDP പ്രസ്ഥാനത്തെയും ശ്രീനാരായണീയരെയും കൊണ്ടുപോകുന്നത് എന്ന് തുറന്നെഴുതുന്ന തരത്തിലാണ് സമസ്തയുടെ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഗുരുദേവൻ പറഞ്ഞ സിദ്ധാന്തങ്ങളൊന്നുമല്ല വെള്ളാപ്പള്ളി പ്രായോഗികമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് 3 തരത്തിലുള്ള കാര്യങ്ങൾ ഉദാഹരണ സഹിതമാണ് അവർ വിശദീകരിക്കുന്നത്. ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ നേർവിപരീതമാണ് അദ്ദേഹം ചെയ്യുന്നത്. ജാതിഭേദം മതവിദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴണമെന്ന ശ്രീനാരായണ ഗുരു പറഞ്ഞപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഹേറ്റ് സ്പീച്ചുമായി നടേശൻ ഗുരു നടക്കുന്നു എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാന വിമർശനം. കള്ള് ചെത്തരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്നൊക്കെ നാരായണ ഗുരു പറഞ്ഞു. ബാർ നടത്തി കാശുണ്ടാക്കണമെന്നാണ് നടേശൻ മുതലാളി പറയുന്നത്. സുഖത്തിന് ആചരിക്കണമെന്ന് ഗുരു പറയുമ്പോൾ അപര സമുദായക്കാർക്ക് ദോഷം വരുമ്പോൾ ആത്മസുഖം തോന്നുന്ന ആളാവണമെന്നാണ് വെള്ളാപ്പള്ളി. അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനെതിരെ എത്രമാത്രം പ്രവർത്തിക്കുന്നു വെള്ളാപ്പള്ളി എന്ന് വിമർശിക്കുകയാണ് സമസ്തയുടെ മുഖപത്രം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ചരിത്രത്തെക്കുറിച്ചും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. ആദ്യം കമ്മ്യൂണിസ്റ്റുകാരനായി മത്സരിച്ചു, പിന്നീട് മദ്യ കച്ചവടത്തിലേക്ക് സജീവമായി, പിന്നീടാണ് SNDPയുടെ തലപ്പത്തെത്തിയത്. SNDPയുടെ തലപ്പത്ത് അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ്. തനിക്ക് ശേഷം തൻ്റെ മക്കൾക്ക് എന്ന രീതിയിൽ SNDPയും അദ്ദേഹം കൈമാറുമെന്ന് പറഞ്ഞ് ഈ അവസാനം മുഖപ്രസംഗം എഴുതി അവസാനിപ്പിക്കുന്നത് വെറുപ്പിൻ്റെ വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനോടാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്നാണ് സമസ്ത പറയുന്നത്. അങ്ങനെ കേരളം പക്ഷേ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് ഒരുപാട് കാലമായെന്നും ചുരുക്കത്തിൽ വളരെ നിശിതമായ ഭാഷയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പൂർവ്വകാലത്തെയും ഇടയ്ക്ക് നടത്തുന്ന പ്രസ്താവനകളെയും ഒക്കെ എണ്ണം പറഞ്ഞ എന്ന രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് സമസ്ത ഈ വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. ഇന്നലെ യൂത്ത് ലീഗിൻ്റെയും അതുപോലെ AYFിൻ്റെയും ഭാഗത്തു നിന്ന് അദ്ദേഹത്തിനെതിരെ പരാതി പോലീസിലേക്ക് പോയിട്ടുണ്ട്. പരസ്യമായ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നൊരു പക്ഷേ ലീഗ് നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കളും ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറം വേറെ രാജ്യമാണെന്ന പ്രസ്താവനയിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ രൂക്ഷമായ ശക്തമായ ഭാഷയിലുള്ള പ്രതികരണങ്ങളും തുടർ ചലനങ്ങളും ഇന്നുണ്ടായേക്കാം. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലയ്ക്കെതിരെ, മലപ്പുറത്തെ ഈഴവ സമുദായക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയൊക്കെ അദ്ദേഹം പ്രസംഗം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വിവാദ പ്രസംഗം ഒരിക്കൽ കൂടി കേൾക്കാം. നിങ്ങൾ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കൊന്നുമില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? നമുക്കെന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയുണ്ട്? ഒരു കുട്ടിപ്പള്ളിക്കൂടം പോലും തരുന്നുണ്ടോ? ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു. ഈ വന്നവനും പോയതിനും എല്ലാം തന്നെ അവരുടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പടിയുമെങ്കിലും അയ്യപ്പൻ ജനിക്കട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഈ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. വളരെ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. എറണാകുളം ഉദയംപേരൂർ സുന്നഹദോസ് പള്ളിയിൽ സംഘർഷം. വികാരി ജോർജ് മാണിക്യത്താൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ എത്തിയപ്പോൾ വിശ്വാസികൾ തടയുകയായിരുന്നു. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഈ വിഷയത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇത്തരം സംഘർഷമൊക്കെ ഉണ്ടാകുന്നത്. ഉദയംപേരൂരിൽ നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? ഇവിടെ വിശ്വാസികളും അതായത് ജനാഭിമുഖ കുർബാന നടത്താൻ അനുവദിക്കില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് തർക്കത്തിലേക്ക് പോയത്. അത് വികാരി ജോർജ് മാണിക്യത്തിൽ കുർബാന അർപ്പിക്കാൻ എത്തിയപ്പോഴാണ് സഭാവിശ്വാസികൾ അദ്ദേഹത്തെ തടയുകയും ഏകീകൃത കുർബാന അർപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ വിശ്വാസി സമൂഹം നീങ്ങുകയും ചെയ്തത്.
ഏകീകൃത കുർബാന ആവശ്യപ്പെട്ട് എന്ന ആവശ്യത്തോടെയാണ് വിശ്വാസികൾ ഈ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജനാഭിമുഖ കുർബാനയും ഏകീകൃത കുർബാനയും നടത്തപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉയർന്നിരുന്നതാണ് നമുക്കറിയാം. പക്ഷെ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ ഇതൊരു സമവായത്തിലേക്ക് പോവുകയും ആവശ്യമുള്ള രീതിയിൽ, അതായത് ഓരോ പള്ളികളിലും അവരവരുടേതായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകണം, അതുമായി സമവായത്തിലെത്താം എന്നൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ അത് വീണ്ടും ഇത്തരം സംഘർഷങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ എന്തായാലും ഉദയംപേരൂർ പള്ളിയിൽ, സുനഹദ് പള്ളിയിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ തർക്കം അവസാനിച്ചിട്ടില്ല. പോലീസ് എത്തിയിട്ടുണ്ട്. സ്ഥലത്ത് സംഘർഷാവസ്ഥ ഇത് കൂടിയതോടെ പോലീസ് എത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നേരത്തെ നമ്മൾക്ക് അറിയാവുന്നതാണ്, ഇത്തരം പള്ളികളിൽ വിശ്വാസികളുടെ പ്രശ്നങ്ങളിൽ പോലീസ് ഇടപെടുന്നുണ്ടായിരുന്ന ഒരു പരിമിതികളൊക്കെ, അതായത് പ്രശ്നം വിശ്വാസികളുടേതാണ് എന്നുള്ള തരത്തിലേക്ക് മാറുകയും ഇത്തരം പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ പോലീസിനെ കൊണ്ട് കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തത് നേരത്തെയും കണ്ടതാണ്. ആ പ്രശ്നം തന്നെ ഇവിടെയും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വികാരി ജോർജ് മാണിക്കപ്പൻ കുർബാന അർപ്പിക്കാൻ എത്തിയപ്പോഴാണ് ഇങ്ങനെ സഭാവിശ്വാസികൾ ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് നിലപാടിൽ ഉറച്ചു നിന്നത്. ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്ന് തന്നെയാണ് വിശ്വാസികളുടെ ആവശ്യം. ശ്രീജ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്ത് സുരേഷിനെതിരെ കൂടുതൽ വകുപ്പുകൾ. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം നടത്തി പണം തട്ടിയെടുത്തു തുടങ്ങിയ വകുപ്പുകളാണ് പുതുതായി ചുമത്തിയത്. സുഗാന്തിന്റെ പെൺസുഹൃത്തിന്റെ മൊഴിയും പോലീസ് ശേഖരിച്ചു. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, 2 ഗുരുതരമായ വകുപ്പുകൾ കൂടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സുഗാന്ത് കാണാമറയത്താണുള്ളത്. പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ശ്രീജ, നേരത്തെ ഈ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ആദ്യത്തെ FIR എടുത്തത്. ഈ FIRയിലേക്കാണ് കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായ ചൂഷണം ചെയ്യൽ, അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പ്. പണം ഏതാണ്ട് 3.5 ലക്ഷം രൂപയോളം പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് സുഗാന്ത് തട്ടിയെടുത്തതായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് കൂടി പുതിയ വകുപ്പായി ചേർത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളാണ്. പ്രതി ഇപ്പോഴും എവിടെ എന്നത് വ്യക്തമല്ല. കഴിഞ്ഞ 24-നാണ് ഈ മരണം സംഭവിക്കുന്നത്. സുഗാന്ത് നേരത്തെ ഈ യുവതിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഗർഭിണിയായ ശേഷം വിവാഹിതരായി എന്ന വ്യാജരേഖ ചമച്ചുകൊണ്ട് ആശുപത്രിയിലെത്തിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തു. ഇതിന്റെ തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു മെല്ലെപ്പോക്കുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കുടുംബം കൂടുതൽ പരാതികളുമായി രംഗത്ത് വന്ന് തെളിവുകൾ കുടുംബം തന്നെ പുറത്തു കൊണ്ടുവരുന്ന നിലയുണ്ടായിരുന്നു. ബാങ്ക് ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടു. ഇതിനുശേഷമാണ് പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമായത്. അപ്പോഴേക്കും പ്രതി മുങ്ങിയിരുന്നു. ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മേഘയുമായി ബന്ധം ഉള്ളപ്പോൾ തന്നെ മറ്റ് ചില യുവതികളുമായും സുഗാന്ത് ബന്ധം സ്ഥാപിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മേഘയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു യുവതിയുമായി അടുത്ത ബന്ധത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ യുവതിയിൽ നിന്ന് പോലീസ് മൊഴി ശേഖരിച്ചിട്ടുണ്ട്. IBയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരിയാണ് എന്ന വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. മറ്റ് ചിലരുമായും ഇയാൾ അടുപ്പം സൂക്ഷിച്ചിരുന്നു. മാത്രമല്ല, ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് IBയിലെ സഹപ്രവർത്തകരിൽ നിന്ന് കൂടുതൽ മൊഴി പോലീസ് ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീജ. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ കൂടുതൽ വകുപ്പുകൾ കൂടി ഇപ്പോൾ പോലീസ് ചേർത്തിരിക്കുകയാണ്. മലപ്പുറത്ത് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മാണം തുടങ്ങിയ പ്ലാനറ്റോറിയവും സയൻസ് സിറ്റിയും കാട് കയറി നശിക്കുകയാണ്. പരപ്പനങ്ങാടി പാലത്തിങ്കൽ ന്യൂ കട്ടിനോട് ചേർന്നുള്ള പ്ലാനറ്റോറിയവും സയൻസ് പാർക്കുമാണ് ഇപ്പോൾ നാശത്തിന്റെ വക്കിലുള്ളത്. 2015 പാലത്തിങ്കൽ ന്യൂ കട്ടിനോട് ചേർന്ന് പ്ലാനറ്റേറിയവും സയൻസ് പാർക്കും അനുവദിച്ചത്. പദ്ധതിക്കായി 3 കോടി രൂപയും അനുവദിച്ചു. 2018 നിർമ്മാണം പൂർത്തിയായെങ്കിലും പിന്നീട് വന്ന സർക്കാരുകൾ പൂർണ്ണമായും അവഗണിച്ചു. ചുറ്റുമതിലിന്റെ പണി പൂർത്തിയാക്കി സുരക്ഷാവേലിയും അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിക്കുന്നതിന് സർക്കാർ 6 കോടി രൂപ വകയിരുത്തിയെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. കോട്ടയം, തൃശൂർ, മലപ്പുറം എന്നിവിടങ്ങളിലാണ് 2015 സയൻസ് പാർക്ക് അനുവദിച്ചത്. കോട്ടയത്തും തൃശൂരും സയൻസ് പാർക്കുകൾ പ്രവർത്തനം തുടങ്ങി. എന്നാൽ മലപ്പുറത്തേത് കാടുമൂടി നശിക്കുകയാണ്. വിലപിടിപ്പുള്ള പല എക്യുപ്മെന്റുകളും അതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ 2 ദിവസം മുമ്പിട്ട് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ചുറ്റുമതിലിന്റെ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ടെൻഡർ 2 ദിവസം മുമ്പിട്ട് അവിടെ തിരുവനന്തപുരം സയൻസ് പാർക്കിന്റെ ഡയറക്ടർ ക്ഷണിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ചുറ്റുമതിൽ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ ബാക്കിയുള്ള പ്രവൃത്തികൾ തുടങ്ങാൻ കഴിയും. ഏതായാലും വളരെ കാലത്തെ ഒരു സ്വപ്ന പദ്ധതിയാണിത്. കാരണം 2015 തറക്കല്ലിട്ട് ഇതുവരെ യാഥാർത്ഥ്യമാക്കാത്ത ഒരു നോക്കുകുത്തിയായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാകുന്നതായിരുന്നു പദ്ധതി. ന്യൂസ് 18 മലപ്പുറം. കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിന് മർദ്ദനം. പട്ടാമ്പി പെട്രോൾ പമ്പിലെ വനിതാ ജീവനക്കാരെയും മാനേജരെയുമാണ് മർദ്ദിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം പമ്പ് അധികൃതർ പോലീസിന് കൈമാറി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെ പട്ടാമ്പി കൂട്ടുപാതയ്ക്ക് സമീപത്തെ പെട്രോൾ പമ്പിലാണ് സംഭവം. KL 05L 5379 നമ്പർ കാറിലെത്തിയ 3-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ഇവർ കുപ്പിയിൽ പെട്രോൾ ആവശ്യപ്പെട്ടു. കുപ്പിയിൽ പെട്രോൾ നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് മർദ്ദനം. ആലിക്കൽ ഫ്യൂവൽസിലെ മാനേജർ വിജയകുമാറിനെയും തൊഴിലാളികളെയുമാണ് ആക്രമിച്ചത്. ഓഫീസിലിരുന്ന മാനേജരെ വലിച്ചിടിച്ച് പെട്രോൾ അടിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ച ശേഷം ബലമായി കുപ്പിയിൽ പെട്രോൾ നിറച്ച് സംഘം മടങ്ങുകയായിരുന്നു. ജീവനക്കാർ CCTV ദൃശ്യം സഹിതം നൽകിയ പരാതിയെ തുടർന്ന് ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പട്ടാമ്പി.